കോമഡി പ്രോഗ്രാം എന്നതിനപ്പുറം ഇത് സമൂഹത്തിന് തന്നെ ഒരു മാതൃകയായിട്ടുള്ള ഒരു കലാപരിപാടി. ദിസ് ഈസ് എൻ്റർടൈൻമെൻറ്റ് ത്രൂ സർവീസ് ആൻഡ് സർവീസ് ത്രൂ എൻ്റർടൈൻമെൻറ്റ്. ഇപ്പോൾ നമ്മൾ ജനങ്ങളെ രസിപ്പിച്ച് അതിലൂടെ സേവനം നടത്തി അതിൽ സായുജ്യം കണ്ടെത്തുന്ന ഒരു സമൂഹം. കുറച്ചുപേരായിക്കോട്ടെ. ഇവിടെ ഇത് ഐറ്റം വേറെ 200 എപ്പിസോഡുകൾ പൂർത്തിയാക്കുമ്പോൾ വലിയൊരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിലെ 3 കലാകാരന്മാർക്ക്, ഒന്ന് പ്രദീപ്, ദെൻ രാജേഷ് കൊട്ടാരത്തിൽ ആൻഡ് സൈന്ധവ്, 3 പേർക്കാണ് ഇവിടെ വീട് വയ്ക്കാനുള്ള ഒരു സംവിധാനം ഒരുങ്ങുന്നത്. ആ പ്രദീപിനോടും സൈന്ധവിനോടും ഇത്രയധികം താല്പര്യം വരാൻ കാരണം ഈ പ്രോഗ്രാമിൻ്റെ മെറിറ്റ് കൂടിയാണ്. ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള കലാകാരന്മാർക്ക് അവർക്ക് സ്വന്തമായി ഒരു കൂരയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ അവർ കാണിക്കുന്ന പ്രകടനങ്ങളിൽ നമ്മൾ കൈയടിക്കും, നമ്മൾ പൊട്ടിച്ചിരിക്കും. അതേ അവസരത്തിൽ അവരുടെ വേദനകൾ അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. പല റിയാലിറ്റി ഷോസിലും ജഡ്ജായി പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കിതിൻ്റെ വിഷമം അറിയാം. ഇവിടെ വന്ന് റിഹേഴ്സലെടുത്ത് ചിരിപ്പിച്ച് പലരും തോളിൽ കൈയിട്ട് ഒരു സ്കിറ്റ് വിജയിച്ചതിന് ശേഷം അണിയറയിൽ പോയി അവരെല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചതിന് ശേഷം അവർ നേരെ പോകുന്നത് അവരുടെ വീടുകളിലേക്കാണ്. അവിടെ വീടുകളിൽ രോഗഗ്രസ്തനായിട്ടുള്ള അച്ഛൻ കാണും, രോഗശയ്യയിൽ കിടക്കുന്ന അമ്മ കാണും, സാമ്പത്തികമായി വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾ കാണും. ഈ പരാതിയും പരിഭവവും വിഷമതകളും അവർക്ക് ആരോട് പറയാൻ കഴിയും? ഇവിടെ 3 വ്യക്തികൾ ഈ കലാകാരന്മാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും സമൂഹത്തിനൊരു മാതൃകയാണ്. അത് യഥാർത്ഥ മനുഷ്യ സ്നേഹമുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു. ഏതായാലും വളരെ നല്ല ഒരു കാര്യത്തിനാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ആസിഫ് 2 വാക്ക് ഈ നല്ല ഉദ്യമത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് അവർക്ക് വീട് നൽകുന്നതിൻ്റെ പ്രാരംഭ നടപടികളിലേക്ക് നമുക്ക് കടക്കാം. 2 വാക്ക്. അല്ല, ഞാനും വളരെ നിറഞ്ഞ മനസ്സോടെ ജഗദീശേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമായിരുന്നു. ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഇവിടെ വരുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ എൻ്റർടൈൻഡ് ആവുന്നത് പോലെ തന്നെ ജഗദീശേട്ടൻ പറഞ്ഞ ഈ വാക്കുകളും വലിയ കാര്യമാണ്. ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത ഫ്ലവേഴ്സ് ചാനലിനും ഒരുപാട് ആശംസകൾ. ഒരു കലാകാരൻ എന്ന നിലയിൽ നിങ്ങളോട് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, വേദിയിലേക്ക് അവരെ ക്ഷണിക്കാം അല്ലേ? ആദ്യം വേദിയിലേക്ക് ക്ഷണിക്കാം നമുക്ക് എല്ലാവർക്കും ചിരപരിചിതനായ ശ്രീ പ്രദീപ്, രാജേഷ് കൊട്ടാരത്തിൽ ആൻഡ് സൈന്ധവ്. ഈ കലാകാരന്മാർക്ക് വീട് ലഭിക്കുന്നതിന്റെ പ്രാരംഭ നടപടികളിലേക്ക് കടക്കുകയാണ്. ആദ്യമായി പ്രദീപ്, ആരാണ് വീട് നൽകുന്നത്? വിവരങ്ങളെല്ലാം ഒന്ന് പറയട്ടെ. സ്ഥലം മേടിക്കാനുള്ള പൈസ തൃശ്ശൂരുള്ള ജീവൻ എന്ന് പറഞ്ഞ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ദിര മാഡം, ഇവിടെ 2 പേരും കൂടി 2 ലക്ഷം രൂപ തന്നു. പിന്നെ അയർലൻഡിലുള്ള ആൻ്റണി എന്ന് പറഞ്ഞ സാറ് 1 ലക്ഷം രൂപ തന്നു. അങ്ങനെ 3 ലക്ഷം രൂപ സ്ഥലം വാങ്ങി. ഇപ്പോൾ വീട് പെട്ടെന്ന് തന്നെ നമ്മുടെ സംഘടന മാ സംഘടന പണിത് തരും. അതിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ തറക്കല്ലിടാനുള്ള എല്ലാം റെഡി ആയിട്ടിരിക്കണം. വെരി ഗുഡ് പ്രദീപ്. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ മാ സംഘടനയ്ക്കുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അടുത്തത് രാജേഷ് കൊട്ടാരത്തിൽ ഡീറ്റെയിൽസ് പറയൂ. എനിക്ക് സ്ഥലമില്ലായിരുന്നു സ്വന്തമായിട്ട്. അപ്പം അടൂരുള്ള ഒരു ഫാദർ, രഞ്ജു കെ കോശി എന്ന് പറഞ്ഞൊരു ഫാദർ എനിക്ക് സ്ഥലം അടൂർ തന്നെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ആ ഫാദർ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ ഫാദറെ കൂടെ ഇങ്ങോട്ടേക്ക് വിളിക്കാം. അച്ഛാ നമസ്കാരം, നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒത്തിരി സന്തോഷം. പറഞ്ഞേട്ടോ കാര്യങ്ങളെല്ലാം പറയാം. രാജേഷിൻ്റെ കാര്യം ഞാൻ വളരെ വേദനയോടെ മനസ്സിലാക്കിയത്. ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്. അപ്പം അങ്ങനെയാണ് രാജേഷിനെ സഹായിക്കാമെന്ന് വിചാരിച്ചത്. ഞാനല്ല, എൻ്റെ കയ്യിൽ നല്ല പൈസ മറ്റാളുകൾ തന്നാണ് രാജേഷിന് അത് ക്രമീകരിച്ച് കൊടുക്കാനായിട്ട് ഇടയായി തീർന്നത്. ഒത്തിരി സന്തോഷം തോന്നും. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് 123 വീടായി ചെയ്തു കൊടുക്കുന്നത്. 123ാമത്തെ വീടായി. അതിൽ 88 വീടിൻ്റെ താക്കോല് കൊടുത്തു. 35 വീടിൻ്റെ പണി ഒരേ സമയം നടക്കുന്നു. ഓക്കെ, സന്തോഷം. അടുത്ത സൈന്ധവിന്റെ കാര്യം സൈന്ധവ് പറയും. മുരളി ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ ബിൽഡേഴ്സ്, ആംഗിളാണ് ഞങ്ങൾക്ക് വീട് തന്നത്. അതിന്റെ വീട് തരാന്ന് പറഞ്ഞു. വീട് ഇപ്പോ താമസിച്ചിരുന്ന വീട് എങ്ങനെയായിരുന്നു? അത് ചോർച്ചയൊക്കെ ഉണ്ടായിരുന്നു. കിടക്കുമ്പം നല്ല ചോർച്ചയും പിന്നെ തട്ടൊക്കെ പൊഴിയായിരുന്നു. വാർത്തട്ടില്ലായിരുന്നു. ഒട്ടും സേഫ് അല്ലായിരുന്നു. പഴയ കമ്പിയുടെ തുരുമ്പൊക്കെ വന്ന് ഇവിടെ മുറിഞ്ഞിട്ടുണ്ട്. എൻ്റെ അങ്ങനെയായിരുന്നു. മഴ പെയ്യുമ്പോൾ കിടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു.
ഓക്കെ, സൈന്ധവിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം സൈന്ധവിന് ഇങ്ങനെ ഒരു കാര്യം കിട്ടുമ്പോൾ, ഇങ്ങനെ വീട് വയ്ക്കാനുള്ള ഒരു അവസരം മുരളി ബിൽഡേഴ്സ് ഒരുക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. സൈന്ധവിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആള് ആ കുടുംബത്തിലുള്ള പ്രായമായിട്ടുള്ള എല്ലാവരുടെയും സംരക്ഷണം അദ്ദേഹമാണ് നോക്കുന്നത്. കുടുംബത്തിലെ ബന്ധുക്കൾ ആരെങ്കിലും ഉപേക്ഷിച്ചിട്ടുള്ള ബന്ധുക്കൾ ഉണ്ടെങ്കിൽ ആ വാർദ്ധക്യകാലത്ത് അവരാരെയും തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ അവരുടെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സൈന്ധവരും ഈ വീട് ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്ന ഈ വീട്ടിൽ ഒരുപാട് ബന്ധുക്കളെ കൊണ്ട് അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ് സൈന്ധവിൻ്റെ അച്ഛൻ. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നന്മ തിരിച്ച് കിട്ടും എന്ന് പറയുന്നത് അച്ചോ അങ്ങനെയല്ലേ? ഉറപ്പായിട്ടും നമ്മൾ തന്നെ എത്രയോ പേരെ വീട്ടിലുള്ള പ്രായമായവരെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയുന്നു എന്ന് കേൾക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെയൊക്കെ സംരക്ഷിക്കുന്ന ആ മാതാപിതാക്കൾക്ക് ഇത്രയെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദൈവവിശ്വാസം ഇല്ലാതായി പോകും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാക്കും. ഓക്കെ, മുരളി ബിൽഡേഴ്സിന്റെ പ്രതിനിധികളെ വേദിയിലേക്ക് ക്ഷണിക്കാം. സൈന്ധവനും രാജേഷ് കൊട്ടാരത്തിലും വീട് വെച്ച് നൽകുന്ന മുരളി ബിൽഡേഴ്സ് ആണ്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം. ഓക്കെ, അപ്പോൾ രാജേഷിനും സൈന്ധവനും വീടുകൾ വെച്ച് നൽകാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുന്നത് ബിൽഡിംഗ് ഡിസൈനേഴ്സാണ്. അതിൻ്റെ MD ശ്രീ മുരളീധരൻ ആൻഡ് ശ്രീ ശേഖർ. ഇവർ രണ്ടുപേരെയും വലിയ കയ്യടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സൈന്ധവ് ആൻഡ് രാജേഷ് കൊട്ടാരത്തിൽ വരൂ. മലപ്പുറം ജില്ലയിലെ ബിൽഡിംഗ് ഡിസൈനേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. 40 വർഷമായി ഈ സ്ഥാപനം നടത്തുന്നു. കൂടാതെ ഞങ്ങൾ ഓരോ വർഷവും ഒരു വീട് എന്ന നിലയ്ക്ക് 13 വീടുകളോളം ചെയ്തു. ഇപ്പോൾ 14ാമത്തെ വീടാണ് സൈന്ധവന് നൽകുന്നത്. ഇതിൽ തന്നെ രാജേഷിന് വേണ്ടിയിട്ട് നമ്മൾ ആ സൈറ്റിൽ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞതിന് ശേഷം രാജേഷിന് വേണ്ടി ഒരു വീട് ചെയ്യുന്നുണ്ട്. 15ാമത്തെ വീട്. നന്ദി, നമസ്കാരം. താങ്ക് യു. രാജേഷ് എന്താണ് പറയാനുള്ളത്? ആദ്യം തന്നെ ഒരുപാട് നന്ദി പറയുന്നു എല്ലാവരോടും. നന്ദി പറഞ്ഞാലൊന്നും തീർക്കാൻ പറ്റില്ല. മുരളി സാറിനോടും വയ്ക്കുന്ന എല്ലാവരോടും, ഫ്ലവേഴ്സിനോട്, ശ്രീകണ്ഠൻ നായർ സാറിനോട്, ഉഷാ മേഡത്തിനോട്, അർജുൻ സാറിനോട്, ഇവിടെയുള്ള എല്ലാവരോടും എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. രാജേഷ് കൊട്ടാരത്തിൽ എന്നുള്ള പേര് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു, വീട്ടുപേരാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കയറിക്കിടക്കാൻ പോലും സ്ഥലമില്ല, എന്തെങ്കിലും ഒരു വീട് വെക്കുകയാണെങ്കിൽ അത് ചേർത്ത് വെക്കാനെ കൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് എന്തായാലും എനിക്ക് ഇവിടുന്ന് സഫലമായി കിട്ടി. അതിനെ എത്ര നന്ദി പറഞ്ഞാലും പറ്റൂല. ഓക്കെ, രാജേഷിനും പ്രദീപിനും സൈന്ധവനും വീട് നൽകാൻ തീരുമാനമെടുത്ത് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു ജഗദീഷ് ചേട്ടാ.